പലതരം ചേരുവകൾ. വീഡിയോയില് പൊടി കുഴക്കണ ആദ്യം കുറച്ച് ഭാഗം ഇച്ചിരി ലൈറ്റിന്റെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. ഡയമണ്ട് കട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ കറക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ വളരെ എളുപ്പം കേട്ടോ. ഡയമണ്ട് കട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന്റെ ഡോ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിയുടെ നടുക്കായിട്ട് 1/2 കപ്പ് വെള്ളം ആദ്യം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭാഗത്തോളം പൊടി നനയാതെ തന്നെ കിടക്കാണ്, 1/4 ഭാഗത്തോളം നനവ് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് കുഴച്ച് കംപ്ലീറ്റ് പൊടി അതിലേക്ക് അബ്സോർബ് ആക്കി എടുക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ വെള്ളം അധികം ഒഴിച്ച് അങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരുത്താനും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. മൈദപ്പൊടി ആയതുകൊണ്ട് ടൈം കഴിയും തോറും അത് അഴിഞ്ഞ് വരും. അപ്പൊ ഒത്തിരി ടൈം ഒന്നും എനിക്കെടുത്തില്ല, പെട്ടെന്ന് തന്നെ എല്ലാ പൊടിയും അതിലേക്ക് ഒബ്സർവ് ആയി വന്നു. ഇത്രയും നേരം വരെ ഞാൻ വേറെ കോക്കനട്ട് ഓയിൽ ഒന്നും ഒഴിച്ചില്ല കേട്ടോ. കംപ്ലീറ്റ് ഒബ്സർവ് ആയി എടുത്ത ശേഷമാണ് ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഒന്ന് വിടർത്തിയിട്ടൊരു മയത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കംപ്ലീറ്റ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ, നല്ലൊരു കുഴ കിട്ടാൻ നല്ലതാണ്. ഇപ്പൊ ഇത് നല്ലോണം ഒരു സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് അല്ല, അത്യാവശ്യം ബലമുണ്ട്, നിങ്ങൾ കാണാലോ. ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പരുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ബലം പിടിക്കാണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കുഴയിലാണ് കാര്യം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പ്രോസസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നടന്നു പോകും. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കുഴച്ചെടുത്താലും അത് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ഈ അളവിൽ തന്നെ ഒഴിക്കാം, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കംപ്ലീറ്റ് ബലത്തിൽ തന്നെ ആദ്യം കുഴച്ചെടുക്കരുത്. നമ്മൾ കുഴച്ചെടുത്തായിട്ട് തന്നെ ആദ്യം കുറച്ച് ഭാഗം അയവിൽ കുഴച്ചെടുത്തല്ലോ, ആദ്യമായി കുഴച്ചെടുത്തിട്ട് പൊടി ചേർത്ത് ബാക്കിയുള്ള പൊടികൾ അതിലേക്ക് ചേർത്ത് കൊണ്ടുവരാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണമാതിരി കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പരത്തണ സമയത്ത് ചപ്പാത്തിയിലൊക്കെ നമ്മൾ പൊടി ചേർക്കുമല്ലോ പരത്തുമ്പോ, അതേമാതിരി തന്നെ പൊടി ചേർത്ത് ഇച്ചിരി പൊടി ചേർത്താൽ മതി, ഒത്തിരി പൊടി ചേർക്കേണ്ടി വരില്ല. പരത്തിയെടുത്ത ശേഷം ഇതേപോലെ ഡയമണ്ടിന്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്റെ ശരിക്കും ഡയമണ്ടിന്റെ ആകൃതി ഒന്നും ആയിട്ടില്ല, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിക്കൊക്കെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ആരെങ്കിലും സഹായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിളച്ച എണ്ണയിലേക്ക് കൊണ്ടുപോയിടാം. കട്ട് ചെയ്ത ആ ബോഡിയിൽ നിന്ന് തന്നെ നേരെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഒരാൾ വറുത്തെടുക്കുമ്പോഴത്തേനും ഒരാൾക്ക് പരത്തിയെടുക്കാമല്ലോ. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യണ കാരണം ഇത് ഇങ്ങനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ട് അടുത്തത് പരത്തിയെടുക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് അതിന്റെ മുകളിലേക്ക് ഇച്ചിരി പൊടി വിതറിയിട്ട് അതിന്റെ അകത്തേക്ക് ഇടും. ഞാൻ പരത്തി കഴിഞ്ഞൊക്കെ നോക്കിയപ്പോ പത്തിരി ചട്ടി അവിടെ ഇരിക്കണു. അതിന് അത്യാവശ്യം വലിപ്പമുണ്ട്, എടുത്തുകൊണ്ടുപോകാനും നല്ല എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് തന്നെ പരത്തിയത് ഇട്ടുകൊടുത്തു. പകുതി വെട്ടിയെടുത്തപ്പോഴത്തേനും ഞാൻ അവിടെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. ഇപ്പൊ ചട്ടി നന്നായിട്ട് തിളച്ചിരിപ്പുണ്ട്. അതിലേക്ക് ഒരെണ്ണം ഇട്ട് നോക്കുക. അപ്പൊ ഇങ്ങനെ ഇടുമ്പോ തന്നെ ഇങ്ങനെ പൊങ്ങി വരണം. അത് നന്നായിട്ട് ചൂടായാലാണ് അങ്ങനെ വരുള്ളൂ. ആ സമയത്ത് ബാക്കിയുള്ളതൊക്കെ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒക്കെ കൂടി കുഴഞ്ഞിരിക്കുന്നത് പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ നോക്കിയിരിക്കുമ്പോ കാണാൻ ഒക്കെ വിട്ട് പൊങ്ങി വന്നോളും. പിന്നെ വിടാത്തത് ഒന്ന് ഇളക്കി പിടിപ്പിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി, ഇത്ര ഇടരുതായിരുന്നു. ഇതിപ്പോ വല്ലാതെ തിങ്ങിയാണ് ചട്ടിയിൽ കിടക്കുന്നത്. ഇത്ര അങ്ങ് ഇട്ടെടുക്കരുത്, ചേർന്ന് വേവം കണക്കിനുള്ളത് ഇട്ടെടുത്താൽ മതി. എന്റെ എല്ലാ വീഡിയോസിലും ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട് കേട്ടോ. ഡൗട്ടുള്ളവരൊക്കെ അതിൽ നോക്കിയാൽ മതി. ഞാൻ ഇതിന്റെ അകത്ത് എഴുതി കൊടുക്കലില്ല, എനിക്ക് ടൈം കിട്ടണില്ല അതിന്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ കോരിയെടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ. കുഴ നന്നായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാണ്. ഓണം പെരുന്നാളൊക്കെ വരല്ലേ, എല്ലാവരും ഇത് വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാക്കി വെക്കുക. വളരെ ടേസ്റ്റാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണൊക്കെ അപേക്ഷിച്ച്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് പോണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താങ്ക് യു.